വചനമൊഴി നവംബർ 29. വചനഭാഗം 1 പത്രോസ് 4:1-10, യോഹന്നാന്റെ സുവിശേഷം 12:37-43. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ ഏറെ അടയാളങ്ങൾ അവരുടെ മുൻപിൽ പ്രവർത്തിച്ചെങ്കിലും അവർ അവനിൽ വിശ്വസിച്ചില്ല. യെശയ്യാ പ്രവാചകൻ പറഞ്ഞ വചനം പൂർത്തിയാകേണ്ടതിനാണ് ഇത്. കർത്താവേ, ഞങ്ങളുടെ സന്ദേശം ആര് വിശ്വസിച്ചു? കർത്താവിന്റെ ഭുജം ആർക്കാണ് വെളിപ്പെട്ടത്? അതുകൊണ്ട് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. യെശയ്യാ വീണ്ടും പറഞ്ഞിരിക്കുന്നു, അവർ തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ അവർ എന്നിലേക്ക് തിരിഞ്ഞ് ഞാൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവിടുന്ന് അവരുടെ കണ്ണുകൾ അന്ധമാക്കുകയും ഹൃദയം കഠിനമാക്കുകയും ചെയ്തു. അവന്റെ മഹത്വം കാണുകയും അവനെപ്പറ്റി സംസാരിക്കുകയും ചെയ്തതുകൊണ്ടാണ് യെശയ്യാ ഇങ്ങനെ പറഞ്ഞത്. എന്നിട്ടും അധികാരികളിൽ തന്നെ അനേകർ അവനിൽ വിശ്വസിച്ചു. എന്നാൽ സിനഗോഗിൽ നിന്ന് ബഹിഷ്കൃതരാകാതിരിക്കാൻ ഫരീസേരെ ഭയന്ന് അവരാരും അത് ഏറ്റുപറഞ്ഞില്ല. ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തെക്കാൾ അധികം മനുഷ്യരുടെ പ്രശംസ അവർ അഭിലഷിച്ചു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് ആരാധനാക്രമ വത്സരത്തിലെ ഏറ്റവും അവസാന ദിവസമാണ്. നാളെ മുതൽ മംഗളവാർത്താക്കാലം ആരംഭിക്കുകയാണ്. പുതിയൊരു ആരാധനാക്രമ വത്സരം ആരംഭിക്കുകയാണ്. ഇന്ന് തിരുവചനം നമ്മോട് പറയുന്നത്, ഈശോ ഏറെ അടയാളങ്ങൾ പ്രവർത്തിച്ചിട്ടും അത് കണ്ടിട്ടും അവിടുത്തിൽ വിശ്വസിക്കാതിരുന്ന ജനമുണ്ട്. അതേസമയം അധികാരികൾ തന്നെ അനേകർ അവനിൽ വിശ്വസിച്ചു എന്ന് പറയുന്നു. ഇപ്രകാരം അനേകർ അത് വിശ്വസിച്ചെങ്കിലും തങ്ങളുടെ സ്ഥാനമാനങ്ങൾ, സിനഗോഗിലുള്ള സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ അവിടുത്തെ വിശ്വാസം ഏറ്റുപറയാതിരുന്നു. അപ്പോൾ ഈശോയെ എതിർക്കുന്നവർ, ഈശോയെ വിശ്വസിക്കാതിരുന്ന ഒരു കൂട്ടം, ഈശോയിൽ വിശ്വസിക്കുന്നവർ, ഈശോയിൽ വിശ്വസിച്ചിട്ടും അത് ഏറ്റുപറയാതെ രഹസ്യത്തിൽ കഴിഞ്ഞവർ, ഏറ്റുപറയാതെ ഈശോയ്ക്ക് സാക്ഷ്യം നൽകാതെ ജീവിച്ചവർ. യഥാർത്ഥത്തിൽ ഇന്നും ആധുനിക ലോകത്തും ഇത് യാഥാർത്ഥ്യമാണ്. ഈശോയെ വിശ്വസിക്കാതെ കഴിയുന്നവരുണ്ട്. ഈശോയെ അറിഞ്ഞിട്ടും മാനുഷികമായ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, പ്രശംസയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ വചനത്തെ അവഗണിച്ച് പ്രവർത്തിക്കുന്നവരുണ്ട്. ദൈവത്തേക്കാൾ അധികമായി മനുഷ്യരെ ഭയപ്പെടുകയും മനുഷ്യരുടെ സ്ഥാനമാനങ്ങൾക്കും പ്രശംസയ്ക്കും വേണ്ടി ദൈവത്തെ മാറ്റി നിർത്തുകയും അവഗണിക്കുകയും ചെയ്യുന്നവരെക്കുറിച്ച് തിരുവചനം അവസാനം നമ്മോട് പറയുന്നത്. നമുക്കും ആത്മശോധന ചെയ്യാം. ദൈവിക മൂല്യങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് മാനുഷിക താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തെയും ദൈവിക മൂല്യങ്ങളെയും നാം മാറ്റി നിർത്തുന്നുണ്ടോ? ദൈവിക മൂല്യങ്ങൾ അനുസരിച്ച് വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.